ഹായ്. എനിക്ക് ഈ എഗ് പ്ലാന്റിൻ്റെയും ബ്രിഞ്ചാളിൻ്റെയും ഒക്കെ ടേസ്റ്റ് നേരത്തെ തുടങ്ങിയ ഇഷ്ടമാണ്. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ട് എഗ് പ്ലാന്റ് കൊണ്ടുണ്ടാക്കുന്ന വേറെ കുറച്ച് ഡിഷസ് ഞാനിവിടുന്ന് പരിചയപ്പെട്ടെ. അതെങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മളിതിലേക്ക് ഒരു എഗ് പ്ലാന്റ്, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു വൈറ്റ് ഒണിയൻ. എഗ് പ്ലാന്റ് ഒന്ന് പീൽ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ. ടൊമാറ്റോയും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒണിയൻ ഒന്ന് വഴറ്റാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് പ്ലാന്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ലേശം പാപ്രിക്കയും ചേർത്ത് നന്നായി വഴറ്റി വേവിച്ച് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ടൊമാറ്റോയും കുറച്ച് ഗാർലിക്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും പാപ്രിക്കയും ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കൊറിയാണ്ടർ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുക്കായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് പ്ലാന്റ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിൻ്റെ സെൻറ്ററിലായി ഇത് സെറ്റ് ചെയ്യാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ മിക്സ് അതിൻ്റെ ചുറ്റും ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് സെർവ് ചെയ്യാം. ടൊമാറ്റോയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഗാർലിക്കിൻ്റെയും ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ലോ കലോറി വെജിറ്റബിളാണ് എഗ് പ്ലാന്റ്. ഇതിൽ വൈറ്റമിൻ കെയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഹാർട്ട് ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എഗ് പ്ലാന്റ് കൊണ്ടുള്ള ടേസ്റ്റി സൈഡ് ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ബൈ.